എല്ലാവർക്കും അടുക്കള രുചിയിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ പലഹാരമായ അവലേസ് പൊടിയാണ്. അവലേസ് പൊടി ഉണ്ടാക്കുന്നതിനായിട്ട് 1 കിലോ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് ചെമ്പ അരി പൊടിച്ചതാണ്. അരിപ്പൊടി ചൂടാക്കേണ്ട ആവശ്യമില്ല. 2 തേങ്ങ ചിരകിയത്, 3 ടീസ്പൂൺ ജീരകം. ആദ്യം ഈ അരിപ്പൊടിയും തേങ്ങയും കൂടെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ തേങ്ങയും അരിപ്പൊടിയും കൂടെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. നമ്മളുടെ ഉരുളി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ യോജിപ്പിച്ച് വെച്ചിരുന്ന തേങ്ങയും അരിപ്പൊടിയും കൂടെ ചേർക്കാം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ജീരകം കൂടി ചേർക്കുക. ഇളക്കി കൊടുക്കുമ്പോൾ അടി കൂട്ടി ഇളക്കി കൊടുക്കുക. ഇപ്പോൾ പകുതി മൂത്തിട്ടുണ്ട്, നിറമൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. നമ്മളിങ്ങനെ കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചിട്ടുണ്ട്. 2 ടീസ്പൂൺ അല്ല, 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചത്. ഓട്ടുരുളി ആയതുകൊണ്ട് നല്ല ചൂടാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് പകുതി മൂത്ത ശേഷം തീ കുറച്ചിടുക. ഇപ്പോൾ അവലേസ് പൊടി ഏകദേശം മൂക്കാറായിട്ടുണ്ട്. ഇതിനകത്ത് ഇങ്ങനെ ഉണ്ടയായിട്ട് കിടക്കുന്നത് നമ്മൾ ചേർത്ത് കൊടുത്ത തേങ്ങയാണ്. ഈ തേങ്ങയുടെ നിറവും കൂടി ഒന്ന് ചുമന്ന കളർ ആവുമ്പോൾ നമുക്ക് ഇത് പാകമായി എന്ന് മനസ്സിലാക്കാം. തീ വളരെ കുറച്ച് മതി. ഇപ്പം നമ്മുടെ അവലേസ് പൊടി പാകമായിട്ടുണ്ട്. ഇതിനകത്ത് ഈ ഉണ്ടയായിട്ട് കിടക്കുന്ന തേങ്ങയൊക്കെ ഇപ്പൊ കടിച്ചു നോക്കുമ്പോൾ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. അതാണ് പാകം. പിന്നെ അവലേസ് പൊടിക്ക് നല്ല നിറവും വന്നിട്ടുണ്ട്. പിന്നെ ചമ്പ പച്ചരി ഉപയോഗിച്ചത് കൊണ്ട് അതിന്റെ ഒരു നിറം കൂടി ഈ അവലേസ് പൊടിക്ക് കിട്ടും. കടകളിൽ നിന്ന് അവലേസ് പൊടി ഒന്നും വാങ്ങിക്കാതെ വീട്ടിൽ തന്നെ തയ്യാറാക്കി നോക്കുക. അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ല ഈ അവലേസ് പൊടി ഉണ്ടാക്കാൻ. പിന്നെ കൈ എടുക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. പിന്നെ വീട്ടിൽ അവലേസ് പൊടി ഉണ്ടാക്കുന്നതിന് ഒരു പ്രത്യേക സ്വാദാണ്. അതുകൊണ്ട് എല്ലാവരും വീട്ടിൽ തന്നെ തയ്യാറാക്കി നോക്കുക. വീണ്ടും കാണുന്നത് വരെയും എല്ലാവർക്കും നന്ദി.